ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കഥ 3 സഹോദരന്മാരെ കുറിച്ചാണ്. 3 പേരും ധനികനായ ഒരു കച്ചവടക്കാരൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു. ഒരിക്കൽ കച്ചവടക്കാരൻ ഒരു യാത്ര പോകും മുമ്പ് സഹോദരന്മാർക്ക് 3 പേർക്കും കുറച്ച് പറമ്പും പണവും സ്വർണവും കൊടുത്തു. മൂത്തവൻ സ്വർണം കുറേശ്ശെ വിറ്റ് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങി വളരെ ആർഭാടത്തോടെ ജീവിക്കാൻ തുടങ്ങി. സ്വന്തമായി കിട്ടിയ ഭൂമിയിലേക്ക് അവൻ തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമന് സ്വർണം ചെലവാക്കാൻ പേടിയായിരുന്നു. അവനത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. അവനും പറമ്പിൽ പണിയൊന്നും ചെയ്തില്ല, ഉഴപ്പിയോടെ ഇരുന്നു. എന്നാൽ ഏറ്റവും ഇളയവൻ അങ്ങനെ ആയിരുന്നില്ല. അവൻ അധ്വാനം കഠിനാധ്വാനം ചെയ്തു. സ്വർണം വിറ്റ് ചെറിയ ചെറിയ നിക്ഷേപങ്ങളൊക്കെ നടത്തി. പറമ്പിൽ അവൻ കൃഷി ഇറക്കി, പാവങ്ങളെ സഹായിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് അവൻ സ്വന്തം മണ്ണിൽ പൊന്നു വിളയിച്ചു. കച്ചവടക്കാരൻ തിരിച്ചെത്തിയപ്പോഴേക്കും മൂത്ത 2 സഹോദരന്മാരും ഏതാണ്ട് ദരിദ്രരായി കഴിഞ്ഞിരുന്നു. മൂത്തവൻ ദൂർത്തടിച്ച പണമെല്ലാം കളഞ്ഞു കുളിച്ചു. രണ്ടാമനാണെങ്കിലോ ഭയത്തിലും ആശങ്കയിലും ജീവിതം തീർത്തു. മൂന്നാമൻ പണവും സമയവും നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അങ്ങനെ ജീവിച്ച് കാണിച്ചു. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങ് എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സൗഭാഗ്യങ്ങൾ വന്നു കയറുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ നീങ്ങിയില്ലെങ്കിൽ ആ സൗഭാഗ്യം തന്നെ നാളെ നമ്മളെ ദരിദ്രരാക്കും. കേരള സർക്കാരിൻ്റെ ലോട്ടറി അടിച്ച ചില ആളുകളൊക്കെ ദരിദ്രരായി കഴിഞ്ഞു എന്ന് തമാശയ്ക്ക് പറയാറില്ലേ, അതേ സംഭവം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഉയരങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ ഓർമ്മിച്ചോളൂ, ചിലപ്പോൾ പതനം ആസന്നമാകും. പ്രിക്കോഷൻ എടുത്തോളുക, മുൻകരുതൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.